മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 2286 ഹദീസുകളാണ്. 2286 ഹദീസുകൾ. എങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചത്? 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ, മദീനക്കാരിയായിട്ടുള്ള ഉമ്മു സുലൈം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കുട്ടിനെ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വയസ്സുള്ളപ്പോൾ കുട്ടിനെ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് പഠിക്കാൻ, ദീന് പഠിക്കാനുള്ള അവസരം ലഭിച്ചു. എന്നാലോചിച്ച് നോക്കിയേ, ചെറിയ പ്രായത്തിൽ തന്നെ മാതാവിൻ്റെ താല്പര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിദ്മത്ത് ചെയ്യുന്നതിലൂടെ മകന് പഠിക്കാനുള്ള അവസരമുണ്ടാകും. അതേപോലെ തന്നെ മകന് ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മകൻ നന്നാകും, വഴിതെറ്റിപ്പോകൂല.